നെക്സ്റ്റ് കാറ്റഗറിയാണ് നമ്മൾ പറയുന്ന സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പൊതുവേ കൊച്ചിലെ തൊട്ടിങ്ങനെ ഒരു ആത്മീയപരമായ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സത്യം എന്താണ്, എക്സ്പ്ലോറിങ് ട്രൂത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൻ്റെ ഒരു എസൻസ് എന്താണ്, ഈ ഒരു നമ്മുടെ ശരീരവും മനസ്സും നമ്മൾ ഈ കാണുന്ന ലോകത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു എൻക്വയറി ഉണ്ടല്ലോ, ഒരു അന്വേഷണത്തോടെ ഉള്ള ആൾക്കാർക്ക് മെഡിറ്റേഷൻ അവർ ഓട്ടോമാറ്റിക്കലി മെഡിറ്റേഷനിലേക്ക് പോകും. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒറിജിനലി ഇറ്റ് വാസ് ഫൈൻഡ് ഔട്ട് ഇൻ ഡിസ്കവറി. ഒറിജിനലി അത് കണ്ടുപിടിച്ചത് ഒരു സ്പിരിച്വൽ ഡിസ്കവറിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്പിരിച്വൽ സെർച്ചിന് വേണ്ടിയാണ് മെഡിറ്റേഷൻ ശരിക്കും നമ്മുടെ ട്രഡീഷണലി അത് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് സന്യാസിമാരും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെയുള്ളവർ ഓട്ടോമാറ്റിക്കലി മെഡിറ്റേഷൻ്റെ ഒരു എന്താ പറയുന്നത് ബേസ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വൽ സെർച്ചിന് വേണ്ടിയാണ് മെഡിറ്റേഷൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളവർ ഓട്ടോമാറ്റിക്കലി സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്ന നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡെഫിനറ്റ്ലി ദേ വിൽ ബി മെഡിറ്റേറ്റിംഗ്.